ഹലോ എവരി വൺ, ഇന്ന് നമ്മുടെ ക്രിസ്മസ് സീരീസിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു കുഞ്ഞ് സ്റ്റാർസ് ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണിത്. എങ്ങനെയാണ് നമുക്ക് നോക്കാം. യൂസ് ചെയ്യുന്ന യാണ് കോട്ടൺ യാണാണ്. 4.5 mm ഹുക്ക് സൈസാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് മാജിക് റിംഗ് ആണ്. മാജിക് റിങ്ങിലോട്ട് 3 ചെയിൻ സ്റ്റിച്ചസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ റിങ്ങിലോട്ട് 14 തവണ ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. റിങ്ങിലാണ് ചെയ്യുന്നത്, ശ്രദ്ധിക്കണം. 14 തവണ ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ഡബിൾ ക്രോഷേ ഒക്കെ എങ്ങനെയാണ് ചെയ്യുക, അത് ബേസിക് സ്റ്റിച്ചസ് എല്ലാത്തിൻ്റെയും വീഡിയോസ്, ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് തന്നെ യൂട്യൂബിലുണ്ട്, ചാനലിലുണ്ട്, കണ്ടു നോക്കാം. ഇനി നമ്മുടെ 14 ഡബിൾ ക്രോഷ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷയുടെ ചെയിനിലോട്ടാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ 5 വിങ്സ് ഉണ്ടാക്കണം, അതിൻ്റെ സ്റ്റെപ്പാണ്. 6 ചെയിൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൽ ഫസ്റ്റത്തെ 2 ചെയിൻസ് സ്കിപ്പ് ചെയ്തിട്ട് തേർഡ് ചെയിനിലോട്ട് സിംഗിൾ ക്രോഷ് ചെയ്ത് കൊടുക്കാം. സിംഗിൾ ക്രോഷ് ചെയ്തതിന് ശേഷം ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ദെൻ ഡബിൾ ക്രോഷേ, ലാസ്റ്റ് ട്രിപ്പിൾ ക്രോഷേ. ഈ ഒരു ഓർഡർ തന്നെ ഫോളോ ചെയ്യണം. സിംഗിൾ ക്രോഷേ, ഹാഫ് ഡബിൾ ക്രോഷേ, ഡബിൾ ക്രോഷേ, ട്രിപ്പിൾ ക്രോഷേ. ലാസ്റ്റ് ട്രിപ്പിൾ ക്രോഷ് ചെയ്തതിന് ശേഷം നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പോണത് 3ാമത്തെ ചെയിനിലോട്ടാണ്. അതായത് ആ റിങ്ങിൽ 3ാമത്തെ ഡബിൾ ക്രോഷ് ചെയ്ത ചെയിനിലോട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ 5 വിങ്സ് നമ്മൾ തയ്യാറാക്കണം ടോട്ടലി. ഇപ്പം നമ്മൾ 1 ചെയ്തു, ഇനി അഗെയിൻ 6 ചെയിൻ ചെയ്യുക, 2 സ്കിപ്പ് ചെയ്തതിന് ശേഷം സിംഗിൾ ക്രോഷേ ചെയ്യുക, അതിനുശേഷം ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാം, അതിനുശേഷം ഡബിൾ ക്രോഷേ, ലാസ്റ്റ് ട്രിപ്പിൾ ക്രോഷേ, അഗെയിൻ ട്രിപ്പിൾ ക്രോഷ് ചെയ്തതിന് ശേഷം നമ്മൾ അഗെയിൻ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് 3 ചെയിൻ സ്റ്റിച്ച് വിട്ടതിന് ശേഷം നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. നമ്മൾ 2 വിങ്സ് ആയി കഴിഞ്ഞു. ഇനി ഇതുപോലെ സെയിം പ്രോസസ്സ് തന്നെ ചെയ്ത് 3 വിങ്സ് കൂടി തയ്യാറാക്കുക. സോ നമ്മുടെ ലാസ്റ്റ് വിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം എക്സ്ട്രാ വരുന്ന യാണ് നമുക്ക് വേണമെങ്കിൽ ഹാങ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ആ യാണ് അത്രയും ആവശ്യത്തിന് യാണെടുത്ത് ബാക്കി കട്ട് ചെയ്ത് സെക്യൂർ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാറിൻ്റെ ഒരു പ്രശ്നമാണ്, ഇതുപോലെ ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈഡിൽ ഉപയോഗിച്ചിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മതി, അതറിയില്ല. ദെൻ ബാക്കിയുള്ള യാൻസുകളും സെക്യൂർ ചെയ്ത് ഹൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഹാങ്ങിങ് ചെയ്യാനാണെങ്കിൽ എക്സ്ട്രാ കുറച്ച് യാൺ എടുത്തിട്ട് ലാസ്റ്റ് നമുക്ക് ഹാങ് ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ കണ്ടു നോക്കൂ.